ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി പാസ്തയാണ്. എല്ലാവർക്കും പാസ്ത ഇഷ്ടമാണല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക്. അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചിക്കൻ സോസി പാസ്ത തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ മക്രോണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. അതേപോലെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സവാള അടർത്തി എടുത്തതാണ്. ഇത് ബോൺലെസ് ചിക്കനാണ്. ഇതൊരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും മുട്ടയാണെങ്കിലും ചേർക്കാം. പിന്നെ ഒരു മാഗി ക്യൂബ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ടൊമാറ്റോ സോസ്, പിന്നെ ചില്ലി സോസ്, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ എടുത്തിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് എല്ലാം കൂടി നന്നായി കൂട്ടി കുഴച്ചെടുക്കാം. നമുക്ക് കുറച്ച് നേരം 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മുടെ മക്രോണി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഓയിൽ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലോട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അതിലോട്ട് 2 മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഉപ്പ് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. മാഗി ക്യൂബ്സിൽ ഉപ്പുണ്ട്. അത് നമ്മുടെ മക്രോണി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പക്കയിലിട്ട് ഊറ്റിയെടുക്കാം. ഇനി പച്ചവെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പാനിലോട്ട് ഊറ്റിക്കളയാം. നമ്മുടെ മക്രോണി ഇങ്ങനെ വിട്ട് കിടക്കും, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകുവേ. ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ ഒരുവിധം മൂത്തിട്ടുണ്ട്. അതിലോട്ട് സവാളയും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ടൊമാറ്റോ സോസ് 4 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച പാസ്തയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ഒന്ന് ആറിയതിന് ശേഷം മയോണൈസ് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തും കൂട്ടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിന് മേലെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, മയോണൈസ് ഒഴിക്കുന്നത് ഞാൻ മുട്ട കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, ഉരുളക്കിഴങ്ങ് കൊണ്ടാണ്. മുട്ട കൊണ്ടാണെങ്കിൽ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം മയോണൈസ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മൊസറല്ല ചീസ് ചീകിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചരുവത്തിൻ്റെ ഉള്ളിലോട്ട് ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെക്കാം. നമ്മുടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ ഇവിടെ മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂലേ, ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കണ്ടോ, ഞാൻ എൻ്റെ മോൾക്ക് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ഒത്തിരി ഇഷ്ടമായി. അതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഞാൻ അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ.